ഇവിടെ നിന്ന് അടിക്കാണ് മറിഞ്ഞത്. ചെറിയ ചെറിയ പരിക്കുള്ള കുട്ടികളൊക്കെ കൊണ്ടുപോകണം. ഒക്കെ എല്ലാം പേടിച്ചിക്കണ്. കുട്ടികളെ കണ്ടില്ല, ഒക്കെ പേടിച്ച് അല്ല ആകെ പേടിച്ച് നിൽക്കണം. അപ്പോൾ ചങ്കളെ ഗുഡ് മോർണിംഗ്, അസ്സാം വലൈക്കും. എന്താ പാട്? രാവിലെ 6 മണിയായപ്പോൾ തന്നെ നേരെ എണീറ്റപ്പോൾ തന്നെ നല്ല മുന്നിൽ ചെറിയൊരു തടാകമാണ് ഇന്ന് കണി തന്നെ. അയ്യോ പൊളി. ടെൻറ്റിൽ നിന്ന് ഇങ്ങനെ നീച്ചാണ്ട് ഇങ്ങനെ ഇറങ്ങി. തമിഴ്നാട് ആന്ധ്ര ബോർഡർ ആയതുകൊണ്ടേ അത്യാവശ്യം 7 മണി 6 മണി സമയത്ത് തന്നെ നല്ല വെയിലാണ്, ബ്ലൂപ്പർ വെയിലാണ്. ഇബ്രോപ്പോത്തിന് ചട്ടിയും കുടുക്കി പാത്രം ഉണ്ടാക്കിയാണ്ടേ ഫുള്ള് സെറ്റാക്കിയിരിക്കണു. നേരം പെലർന്നു. ഗ്രൗണ്ട് ഉണ്ടില്ലേ, ഇവിടെ ഇന്നലെ ഫുൾ വണ്ടി മാരവങ്ങളായിരുന്നു. സൺറൈസ് ഇങ്ങനെ പൊന്തി ഇങ്ങനെ വരികയാണ്. ചോറൊക്കെ ഇതാക്കണു, ഏകദേശം ഫുള്ള് ഇങ്ങനെ സെറ്റായിക്കൊണ്ട് നിൽക്കണു. ഞൂറ്റാനുള്ള പരിപാടിയിലാണ്. അത് കഴിഞ്ഞാൽ നേരെ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം നമുക്കെന്നാ തുടങ്ങല യാത്ര. അങ്ങനെ ചങ്കാളെ രാവിലെ തന്നെ ടെൻറ്റ് കൈയൊക്കെ തുടങ്ങി. ടെൻറ്റ് വയ്ക്കണ നോക്കി. ജാവിയാണ് ടെൻറ്റ് അയച്ചത്. ജാവി എങ്ങനെ ഉണ്ട് ഇന്നലത്തെ ഉറക്കം? എത്ര മണിക്കൂർ ഉറങ്ങി ഇന്നലെ? നേരത്തെ ഇന്നലെ നമ്മള് പിന്നെ ചെന്നൈ ടൗണിൽ കൂടെ ഒക്കെ കറങ്ങിയിട്ട് ഇവിടുത്തെ നേരം വെക്കി ഫുഡൊക്കെ പുറത്ത് പാർസലാക്കി ചെയ്ത് ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 8 മണി 10 മണിക്കൂറൊക്കെ ഉറങ്ങിക്കൂല്ലേ? 8-9 മണിക്കൂറൊക്കെ ഉറങ്ങിക്കും. ചെന്നൈ സിറ്റി കൂടെ 6 ഡേന് ഇബ്രോ അവിടെ ഫുഡ് ഒക്കെ കൊണ്ടുവന്നുണ്ട്. പോയി നോക്കാം നമുക്ക്. കിടിലെ ഏരിയ ഉണ്ടതേ, ഒരു രക്ഷയില്ല. ബ്രോ എത്താണെന്ന് ഫുഡ് എത്താണ്? ചെറുപയറും പിന്നെ ചെറുപയർ കറിയാ പൊള്ളിക്കണ കറിയാറല്ലേ? ചെറുപയർ കറി ഇതാക്കണു, തീമിട്ടണു. ഇതിപ്പോ എന്താ നിലവിൽ ഉള്ളി കൂട്ടാനാ? ഇതിക്ക് ചെറുപയർ ഇടാ സീക്രട്ട് പുറത്ത് വരില്ല. അല്ല, ഈ ചെറുപ്പയർ കറി ഇടണമെന്നുണ്ടെങ്കിൽ ചെറുപ്പയർ ഇവിടെ മറ്റേ ഇത് വേണ്ടേ, മറ്റേ എന്താ പറയാ, നമ്മൾ ചെറുപ്പയർ വെള്ളത്തിലിട്ടേക്കൂലേ? ഇട്ടച്ചീനോ? അത് 2 മണിക്കൂറൊക്കെ ഇട്ടാൽ മതിയോ? ചോറ് ഇതാക്കണ്ട നൈസിലേ. ചോറ് ചെറുതായിട്ടൊന്ന് പണി വാളി. ചോറ് കുക്കർ എന്താ സംഭവിച്ചു? ചോറിന് വിസിലടഞ്ഞു. നമ്മൾ കുറച്ചേരം കാത്തിരുന്നു, കൊള്ളിയിട്ട് കുത്തി നോക്കി. പക്ഷേ അതിലെന്തോ സ്ട്രോങ് ആയിട്ട് അടഞ്ഞിരുന്നു. തുറന്നപ്പോൾ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് തുളുമ്പി, കുറച്ചൊന്ന് പുറത്തേക്ക് പോയി. ഇന്നത് ഈ വീഡിയോ കാണുമ്പോൾ ഉമ്മാൻ്റെ ഒരു വീടിൻ്റെ അവിടെ രാത്രി പിന്നെ കുക്കർ അങ്ങനെ അല്ല കേട്ടോ, കുക്കർ അത് ഇങ്ങനെ ആക്കണം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫുഡിങ് പ്രൊട്ടക്ഷൻ ഉമ്മയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പം അമ്മ വിളിക്കും. കുറച്ച് ദിവസമായില്ലേ കുക്കറിൽ തന്നെ ഇങ്ങനെ റൈസ് വെക്കണേ. അപ്പൊ അതിൽ മുന്നേ അടഞ്ഞിരുന്നുണ്ടാവും, അതൊന്ന് ഡ്രൈ ആയിക്കണേ ഇരുന്നിട്ട്. മനസ്സിലായ? അതാണല്ലേ. ഇതാണ് സംഭവം, ഇതാണ് വിസില്. ജാവേദാക്കണ ഒരു ഭാഗത്ത് മടക്കി കഴിഞ്ഞു. ടെൻറ്റ് ഇത്ര ഉള്ള നമ്മൾ ടെൻറ്റിൻ്റെ വലിപ്പം നോക്കി നിങ്ങൾ, ഇത്ര ചെറുതാണ് ടെൻറ്റ് കയറുന്നത്. മടക്കി കഴിഞ്ഞാൽ നോക്കിയാണ് ഈ വലിപ്പമേ ഉള്ളൂ. ഇത് നേരെ നമ്മളെ അതിൻ്റെ മേലക്കണ കൊണ്ടുപോയിടും. കണ്ടില്ലേ? ആകൊണ്ട് പോകണം. ഇബ്രോ കുക്കർ വിസിലടിച്ചു. ഇത് എത്രാമത്തെ അടിയാ? 1-ാമത്തെ അടിയാ ബ്രോ? ഇതാക്കണോടെ ചോറ് ഊറ്റണു. സ്വാതിദാബ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മളിന്ന് ടെൻ്റ് അടിച്ചിട്ടുള്ളത്. കണ്ടോ? ഇതാണ് ചെന്നൈ ഹൈദരാബാദ് റൂട്ടിൽ 2 നായ്ക്കുട്ടികളതാ. എങ്ങനെ ഉമ്മ കണ്ടാ പോരോ? കൊട്ടല്ലേ, കൊട്ടിയിൽ തൂറ്റാ മതിയില്ലേന്നൊക്കെ. ഇങ്ങനെ ഊറ്റാണ്ടായ കാരണം ആ കൊട്ടല്ലേ, അപ്പൊ അതിൽ ഊറ്റണമെങ്കിൽ ആ കൊട്ടന്റെ ഓള് മുഴുവൻ അടിയാണ്. നമുക്കത് മുഴുവൻ കഴുകി നന്നാക്കാനുള്ള വെള്ളത്തിന്റെ ഒരു ലഭ്യത ഇവിടെ കുറവാണ്. ലഭ്യത കുറവ് മൂലമാണ് നമ്മൾ ഊറ്റൽ ഇങ്ങനെ ആക്കണം കേട്ടോ. നമ്മളെ ഉമ്മക്കുള്ള ഇതാണ്. ഉമ്മ ശ്രദ്ധിക്കുക. മറ്റേ ഉമ്മ വിളിക്കും, എന്താ ഇപ്പൊ കൊട്ട തന്നില്ലാനോ, കൊട്ടയിൽ എന്താ ഊറ്റാത്ത വെച്ചാൽ. കൊട്ട നമ്മൾ ഊറ്റലുണ്ട്, വെള്ളത്തിലുള്ളടത്ത് നമ്മൾ അങ്ങനെ തന്നെ. വെള്ളമുള്ളടത്ത് നമ്മൾ ഊറ്റും. നമ്മൾ പെട്ടെന്ന് ഇട്ട് പോകാനുള്ള പരിപാടി തന്നെ. രാത്രിക്കത്തെ ഊറ്റലൊക്കെ അതിലാണ് നടത്തല്. ഓക്കെ.
കുക്കർ ഇതാക്കണം, വിസിലടിക്കണം. നമ്മൾ ടെൻറ്റിൻ്റെ മേലുള്ള കോട്ടിങ്, വാട്ടർ പ്രൂഫിൻ്റെ കോട്ടിങ്. ടെൻറ്റൊക്കെ നമ്മൾ വിചാരിക്കും കുറേ പണിയുണ്ടെന്ന്, പക്ഷേ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഫുള്ള് കെട്ടലും കഴിയും, അതുപോലെ കഴിക്കാനും. എങ്ങനെ ഇത് മടക്കി വെക്കണ രീതിയിലേ ഇത് നമ്മൾ ശരിക്കും നിലത്തിട്ടിട്ടാണ് മടക്കല്. പക്ഷെ ഇപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇതിന് മഞ്ഞ് തുള്ളി ഉണ്ടായതുകൊണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങനെ കൈ പിടിച്ച് തന്നെ മടക്കണത്. ഇത്ര ഉള്ളൂ. ഇത് മടക്കി കഴിയുമ്പോൾ ഇത്ര ചെറുതാണ്. അങ്ങനെ ഗെയ്സ് ഇബ്രു അട്ടിക്കട്ടിക്കൽ വെക്കൽ തുടങ്ങി. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത്. ബ്രോ കമോൺ, എവിടെയൊക്കെയാണ് പലചരക്കൊക്കെ ആ തൽക്കല്? പലചരക്ക് മസാലകളൊക്കെ ഈ തൽക്കം കണ്ടായി. ഈ ബാക്കിയുള്ളതൊക്കെ ഏകദേശം ആണ്ടും കണ്ടൊക്കെ ഇങ്ങനെ ഒതുക്കും. നമ്മൾ ചായപ്പൊടി ഇമ്മ കമ്പാക്കാം. ചായപ്പൊടി ഇവിടെയാണ് നമ്മളെ ചട്ടിയും പാത്രമൊക്കെ നടുവിൽ. ഇവിടെ നമ്മളെ കുറച്ച് ഇത് ഡ്രസ്സിങ്, ഇവിടെ 2 ആൾക്കാരുടെ ഡ്രസ്സിങ് മേലെ. ഇവിടെ വരുത്താം. എന്തേലൊക്കെ പറയ്, അല്ലെങ്കിൽ ഇബല് പറയും, നമ്മൾ മാത്രം സംസാരിക്കണ പറയും. അതാണ് അത് നിങ്ങളും കൂടെ മനസ്സിലാക്കുക. ഓല് പണിൻ്റെ തിരക്കിലാവുമ്പോഴേ നമ്മളിങ്ങനെ ഓലെ കൊണ്ട് കുറേ സംസാരിപ്പിച്ച് പറഞ്ഞാൽ ഓൽക്കും മടുപ്പ് തോന്നും. നമ്മളെ CCTV ഒക്കെ നോക്കി. അങ്ങനെ ശങ്കള നമ്മളിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ചെന്നൈ യാത്ര കഴിഞ്ഞു. ഇപ്പം 13ാമത്തെ ദിവസമാണെന്ന്. ഇൻഷാല്ലാ എല്ലാം നല്ല രീതിയിൽ തുടരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മളെ യൂട്യൂബിൽ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ പല അഭിപ്രായങ്ങൾ പറയണം. നമുക്ക് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാ അഭിപ്രായങ്ങളും കൂട്ടിയിട്ടൊരു സാധനം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഓരോരുത്തരുടെ അഭിപ്രായത്തിനനുസരിച്ച് ഒരിക്കലും കഴിയില്ലോ. 1000 ആൾക്കാർക്ക് 1000 അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ അത് പിന്നെ നമ്മൾക്ക് മനുഷ്യന്മാരല്ല, അപ്പോൾ അതിൻ്റേതായ കുറ്റങ്ങളും കുറവുകളൊക്കെ എന്തായാലും ഉണ്ടാവും. കാരണം ഇൻസ്റ്റയിലോട്ട് വീഡിയോ ചെയ്യണം, യൂട്യൂബിലോട്ട് 10-20 മിനിറ്റ് കണ്ടൻറ്റ് എക്സ്ട്രാ ചെയ്യണം, പിന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളെ വണ്ടിൻ്റെ കാര്യങ്ങൾ നോക്കണം, പെട്രോളിൻ്റെ കാര്യങ്ങൾ, ഫുഡിങ്ങിൻ്റെ കാര്യങ്ങൾ, റൂട്ടിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ അടിയിലുള്ള ഒരുപാട് കോൾസ്, മെസ്സേജസ്, ഇതൊക്കെ നോക്കണം. ടോട്ടൽ ഫണ്ടിങ്ങിൻ്റെ കാര്യങ്ങൾ, അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നോക്കുന്നതിൻ്റെ അടിയിൽ കൂടെ ചെയ്യുമ്പോഴേ അതിൻ്റെ എന്തെങ്കിലും കുറവുകളുണ്ടാവും. കഴിയണത് നമ്മൾ മാക്സിമം ശ്രമിക്കുക എന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ വിചാരിച്ചതെന്ന് വെച്ചാൽ 1-2 ഐറ്റംസും കൂടെ എൻ്റെ മൈൻഡിലുണ്ട്. ഇങ്ങനെ യൂട്യൂബിൽ ഒന്നും കൂടെ ബെറ്റർ ആക്കാമെന്നുള്ളത്. അതായത് ഓൺ വോയിസും പിന്നെ ലൈവ് വോയിസും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പരിപാടി, കണ്ടിന്യൂറ്റി കിട്ടുന്ന രീതിയിൽ. നോയ്സുകൾ NH നിന്നൊന്നും നോയ്സ് ഓൺ വോയിസ് ആയിരിക്കും, NH അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് നോയ്സ് കുറവുള്ള സ്ഥലത്തു നിന്ന് അവരുടെ കൂടെ മിക്സ് ചെയ്തിട്ട്. അപ്പം നമുക്ക് അവരിത് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, പിന്നെ അവർ നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യാൻ പറ്റില്ലല്ലോ വീഡിയോസിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. കാരണം അവർ ആദ്യം നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കുക, അവർ നമ്മളപ്പം കൂടിയിട്ടുള്ളത് യാത്ര ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. അപ്പോൾ അതാണ് അവരുടെ ഡ്രീം. അപ്പോൾ നമ്മളും അതാണ്. അപ്പോൾ നമ്മൾ അതിലുള്ള കാര്യങ്ങൾ മാക്സിമം സെറ്റപ്പ് ആക്കിയിട്ട് തരാമെന്നുള്ളത്. അവരെപ്പോഴും സംസാരിച്ചോളണമെന്നില്ല, കാരണം അവർക്ക് അവരുടേതായ എനിക്കിൻ്റെതായ ഡ്യൂട്ടിയുള്ള പോലെ അവർക്ക് അവരുടേതായ പരിപാടികളുണ്ട്. അവരത് എൻജോയ് ചെയ്യും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് വീഡിയോസ് ഒരു പരിധി വിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അവർക്കത് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതും കൂടെ ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമ്മളിപ്പോൾ ഇന്നത്തെ റൂട്ട് എന്ന് പറയണത് ചെന്നൈയിൽ നിന്ന് നേരെ ഹൈദരാബാദാണ്. ഹൈദരാബാദ് ഡയറക്റ്റ് നിന്ന് ഹൈദരാബാദ് എത്തുന്നില്ല, നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ എത്തുള്ളൂ. അതിലുള്ള കാഴ്ചകളായിരിക്കും കാണുക. ഇപ്പോൾ നമ്മളുള്ളത് ചെന്നൈ ടു ഹൈദരാബാദ് മെയിൻ കൽക്കട്ട NH-മേലാണുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് യാത്ര ആരംഭിക്കല്ലേ. ഇപ്പം നമ്മളെ ഇന്നലെ സ്റ്റേ ചെയ്തിരുന്ന തൊട്ടടുത്ത് ഒരു ബസ് മറിഞ്ഞിട്ട്, ഇപ്പം മറിഞ്ഞിട്ടേ ഉള്ളത് ഒരു സ്കൂൾ ബസ്സാണ്. അവിടെ ഇപ്പോൾ ആംബുലൻസൊക്കെ വന്നിട്ട് ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഒരു നാരായണ എന്ന് പറഞ്ഞ സ്കൂളിലെ കുട്ടികളെ ബസ്. ഇതാണ് സംഭവം. ഇതാണ് കണ്ടില്ലേ, ഇത് പൊട്ടിപ്പോയതാ ടയറിൻ്റെ. ഇതിനെന്താ പറയാൻ നമുക്കറിയില്ല. ടയറിൻ്റെ ഇത് പൊട്ടിപ്പോയതാണ്. ഇവിടെ നിന്നാണ് തെറിച്ചത്, നേരെ തെറിച്ചിട്ട് അടി. പക്ഷേ ഏതോ ഭാഗ്യത്തിന് മാഷാല്ലാ എല്ലാവരും കഴിച്ചിലായിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ കുട്ടികൾക്ക് ചെറിയ പരിക്കുക. ആ ഒരു കുട്ടീനെ കൊണ്ടുപോകണത് ചെറിയ 1-2 പരിക്കുകളേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ. പക്ഷെ അപ്പോൾ സ്പോട്ടിൽ തന്നെ ഇവിടെ പോലീസും കാര്യങ്ങളും ഫുള്ള് സെറ്റപ്പാണ്. അറേഞ്ച്മെൻറ്റ്സ് ഭയങ്കരമാണ്. 35 മിനിറ്റ് കൊണ്ട് പോലീസ് വന്നു. ഇതാണ് ആ ബസ്സിൻ്റെ ഉൾഭാഗം, ഉണ്ടല്ലേ.
അങ്ങനെ ചെരിഞ്ഞാൽ മലക്കം മറിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഫുള്ള് ചെക്ക് ചെയ്ത് കുട്ടികളെ ബാഗും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ആരും നിലവിലില്ല. ഏതായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടേ തീരുമാനമായിക്കണം. പിന്നെ ഇവിടെ നാട്ടിലൊക്കെ ഭയങ്കര അറേഞ്ച്മെൻറ്റ്സാണ് കേട്ടോ. എല്ലാവരും വരക്കം പാഞ്ഞ് കണ്ടേ ഇല്ലേ. ഇവിടെ നിന്ന് അടിക്കാണ് മറിഞ്ഞത്. ഇനി ചെറിയ ചെറിയ പരിക്കുള്ള കുട്ടികളൊക്കെ കൊണ്ടുപോകണം. ഒക്കെ എല്ലാം പേടിച്ചിക്കണ്. കുട്ടികളെ കണ്ടില്ല, ഒക്കെ പേടിച്ച് അല്ല ആകെ പേടിച്ച് നിൽക്കുകയാണ്. ഈ ബസ്സിൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഈ ബസ്സിൽ കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ യാത്ര പുറപ്പെട്ടു. നമ്മളെ ചെന്നൈ ടു ഇനി പോണത് ഹൈദരാബാദിക്കാണ്. ഇപ്പം നമ്മൾ ആന്ധ്രാപ്രദേശ് ഏകദേശം കടന്നിട്ടുണ്ട്. നമ്മളാ ബസ് മറിഞ്ഞതേ അത് ആന്ധ്ര വണ്ടിയാണ് കേട്ടോ. അത് നാരായണ എന്ന് പറഞ്ഞ സ്കൂളിലെ ബസ്സാണ് മറിഞ്ഞത്. ഇപ്പം നിങ്ങൾ കണ്ട കാഴ്ചകളൊക്കെ ഏതായാലും മാഷാ അല്ലാഹ് വലിയ കുഴപ്പമില്ലാതെ കഴിച്ചിലായി കിട്ടി. കുട്ടികളൊക്കെ ചെറിയ ചെറിയ പൈതങ്ങളാണ്, നിങ്ങൾ കണ്ടില്ലായിട്ട് ഞങ്ങളെ. എന്തായാലും നമ്മളെ പുതിയ ഫാമിലിയോട്ട് വന്ന മെമ്പർമാർക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും സുഹൃത്തുക്കളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഫാമിലി സർക്കിൾക്കും നിങ്ങളെ സുഹൃത്ത് ബന്ധങ്ങൾക്കും ഒന്ന് ഷെയർ അടിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ഈ ഓട്ടോ യാത്ര എന്ന് പറയണത് ഒരു 6 മാസത്തെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ്. നമ്മൾ കണ്ടോളൂ കൂളൊരു ടോൾ ഗേറ്റിൽ കൂടെ ഒക്കെ സിമ്പിളായിട്ട് ഊരിപ്പോയിരുന്നു. നമുക്ക് ടോളോ കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യയിൽ ടോളില്ലാത്ത 2 വണ്ടിയേ ഉള്ളൂ. ഒന്ന് ഓട്ടോറിക്ഷയും ഒന്ന് ബൈക്കും. എവിടെയും വിഷയമല്ല. അങ്ങനെ നമ്മളെ ആന്ധ്രയിലെ ഉള്ളേരികളിലൂടെയൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി ഇങ്ങനെ കയറിയത് ഗ്രാമീണ അന്തരീക്ഷത്തിലൂടെയൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളെ ഇതിലൂടെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നൊക്കെ ചെറിയ വരുമാനങ്ങളൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഈ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ വരുമാനം ആയിട്ടില്ല, വരും എന്നുള്ള പ്രതീക്ഷയിലാണ് യാത്രക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ആവുന്നു. അങ്ങനെ നമ്മൾ പള്ളിക്കും വേണ്ടി വണ്ടി സൈഡാക്കിയതാണ്. ഇന്ന് ജുമുഅല്ലേ, വെള്ളി. അപ്പോൾ രാവിലെ തന്നെ കുളി നനയൊക്കെ കഴിഞ്ഞ് കണ്ടേ. എന്താണ് ഇവിടുത്തെ പള്ളി? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മണി 2 മണിയാവും ഇവിടെ പള്ളി തുടങ്ങണം. നമ്മളവിടെ 1 മണിക്കൊക്കെ പള്ളി പിരിച്ചു വിടും. ഇവിടെ 1 മണിക്കൊന്നും ഒരു കുലുക്കില്ല. 2 മണിക്കാണ് ഇവിടെ നിസ്കാരം. ആകെ ഞങ്ങളൊരു 12:30 സമയത്താണ് ഇപ്പോൾ ഇത്. ഒരാളുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറി നോക്കി 2-3 പിരിവിൻ്റെ ആളുകൾ ഇങ്ങനെ വന്നിട്ട് വയലിങ്ങനെ നിൽക്കുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളതിൻ്റെ വരാന്തി കൂടെ ഒക്കെ പോയി നോക്കി. ഇതൊക്കെ ഒറിജിനൽ പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ്, സൗദി അറേബ്യൻ, ഭാരത അതേ ഒരു സ്റ്റൈലാണ്. ആന്ധ്രാപ്രദേശും വലിയ മാറ്റങ്ങളില്ല. പച്ചപ്പ് കുറച്ച് കൂടുതലുണ്ട്. ഓല ഹൗദിൻ്റെ സെക്ഷൻ നോക്കി. ഇതാണ് ഹൗദിൻ്റെ സെക്ഷൻ. ഇനി സമയം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പോയിട്ട് നേരെ ഈ മൂപ്പരുണ്ടതിൻ്റെ ഇവിടെ മൂപ്പരോടെ ചോദിച്ചു നോക്കി. അപ്പോൾ നോക്കിയാണെങ്കിൽ 12:45 ഏകദേശം സമയം അടുക്കുമ്പോൾ ഒരു മനുഷ്യരാകും 1-2 ആൾക്കാർ. ഇവിടെ എങ്ങനെയാണ്, ഇവിടെ പള്ളിയിൽ നല്ല ടൈം ലാഗ് എടുത്തിട്ടാണ് ഇവർ നിസ്കാരം. നോക്കി സമയം നോക്കിയാൽ 12:40 സമയം. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് അവിടുന്ന് പോകുന്നത്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ സമയം വൈകി നിൽക്കണ്ടല്ലോ വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല റൂട്ട് തപ്പിങ്ങനെ പോന്നപ്പോഴേ ഇവിടുന്ന് ഫുഡ് കഴിക്കാറിച്ച്. പക്ഷേ അവിടെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാവുക വെച്ചിട്ട് നമ്മൾ ഇവിടെ കയറിയില്ല. നമ്മൾ അവിടുന്ന് വീണ്ടും വണ്ടി നേരെ തിരിച്ച് NH തന്നെ വിട്ട്. അങ്ങനെ ചങ്കളെ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. അയ്യവാ ടിബ്രോ ഇതാക്കണു, ചോറാണു. ഇതെവിടെ അറിയോ? നമ്മളെ നെല്ലോറ റൂട്ടിലാണ്. അവിടുന്ന് 10 കിലോമീറ്റർ ഉള്ളു ഇനി നെല്ലോറയ്ക്ക് കിട്ടോ ഇല്ലേ. ഹൈദരാബാദൊക്കെ അത്യാവശ്യം 400-450 കിലോമീറ്റർ ഉണ്ടാവും. നെല്ലോറയ്ക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈയിൽ നിന്ന് ഏകദേശം ഒരു 10-100 കിലോമീറ്റർ പോടി ഉണ്ടാവും. ഇന്നെന്താ ബ്രോ വെറൈറ്റി? ഒക്കെ പാത്രത്തിൽ തിന്നലാണ്. അവനവൻ്റെ ചെമ്പട്ടിയിൽ എന്താണ് വെള്ളം കമ്മിയാണ്. ഇന്ന് എടുക്കാൻ അവിടുന്ന് മറന്നുപോയി. അപ്പോൾ കഴുകാനൊക്കെ റിസ്ക് വെച്ചിട്ടേ ഓരോരുത്തർക്കും ഓരോ ചെമ്പട്ടിയാണ്. അവന് മാത്രം പ്ലേറ്റും ഇതാക്കണോ നമുക്ക് ഈ ഒരു ചെമ്പട്ടി. ഓ ഇങ്ങോട്ട് ഇട്ടോളൂ ഇവിടെ തെറിയും പോവും. ഇതാകണേ കറി ഉപ്പോ പുല്ല എങ്ങനെ വെള്ളം കുറച്ച് ഏറെ പറഞ്ഞു കറിയില്ല ചിലപ്പോ ഇട്ടോളൂ ഒഴിച്ചോളൂ. ഇബ്രുവിൻ്റെ സ്പെഷ്യൽ കറിയാണിത്. ഇനിയൊരു സാധനം ഉണ്ട് കേട്ടോ മുതല്. പൊട്ടിച്ചോ
ഇതമ്മേ ഇവരൊക്കെ കടന്തണോ അയ്യ നോക്കിയാൽ നിങ്ങൾ അതിൻ്റെ ഒരു ചൊറുക്ക് സ്പെഷ്യൽ സാധനം അയ്യവാ ഇതാണ് ആ സാധനം ബ്രാണ്ടേ വേണ്ടേ ഓ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ വട്ടത്ത് കുത്തിറന്നിട്ടേ ചമ്പട്ടിയിലും കഴിച്ചിട്ട് ഇങ്ങനെ ചോറയിച്ചാറിന് അതിൻ്റെ ഒരു നേക്ക് മുണിങ്ങിയോ തൊണ്ടുണിങ്ങിയോ കുടുങ്ങിയോ അയില ഈ ഭാഗത്തിൽ അടുക്കളയിൽ ഇരുന്ന് തിന്നണ ഫീൽ ചെയ്യാം അതിനേക്കാളും ഡബിളാണ് ഇവിടെ ഈ കാറ്റും കൊണ്ടു ഇങ്ങനെ നോക്കിയാണിങ്ങള് പാടവരമ്പത്തിലൂടെ ഓലക്കുടയുമെടുത്ത് 2 തരം അച്ചാറാട്ടോ ഒന്ന് മാങ്ങച്ചാറും ഒന്ന് ഈത്തപ്പഴ അച്ചാറും ഡബിൾ ഒരു പുതിയ അറിവ് കിട്ടിയിട്ടുണ്ട് കുക്കർ ആയത് കാരണം ചെറുപ്പയർ ഈ ചെറുപ്പയർ വെള്ളത്തിലിട്ടില്ല ബ്രോ ഞാൻ പറഞ്ഞില്ലേ തലേന്ന് ചെറുപ്പയർ വെള്ളത്തിലിട്ടേക്കേണ്ടി വന്നിട്ടൊന്നും ഉമ്മക്ക് അങ്ങനെ പറയലുണ്ട് അപ്പോൾ കുക്കർ ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നാ ബ്രോ പറഞ്ഞിട്ടുണ്ട് ഇനി ഇന്നും രാത്രി വിളിച്ചിട്ടോ ചെറുപ്പയർ എന്ത് പറഞ്ഞു കല്ലേ വെള്ളത്തിലിട്ടേക്കണം പറയും അതല്ല വെള്ളത്തിലിട്ടാൽ 3 വിസിലോണ്ട് പരിപാടി തീരും 3 വിസിലുണ്ട് അല്ല മീൻസ് അങ്ങനല്ല എത്ര വിസിലായി എന്നുള്ള എനിക്കറിയില്ല അങ്ങനെ ഒരു 3-4 വിസില് 2 വിസില് ഏറെ അടിക്കേണ്ടി വരും മറ്റിനൊക്കെ. അപ്പൊ ഇതൊക്കെ ഇത്ര ഉള്ളൂ. ഇതൊന്നും ഇപ്പൊ ആരും ഇങ്ങനെ ആവണം അങ്ങനൊന്നും ഇല്ല. സംഭവം ആകണം അല്ലേ, അത്രേ ഉള്ളൂ. അതിനിപ്പോ 2 വിസിൽ ഏറെ അടിക്കും ചിലപ്പം. സാഹചര്യം കൊണ്ട് വളച്ചിട്ടൊക്കെ പറ്റില്ല എന്ന് വരും. അങ്ങനെയൊക്കെയാണ്. വണ്ടി വലഞ്ചിക്കുമ്പോ വെള്ളത്തിലിട്ടൊക്കെ നടക്കൂല. പിന്നെ രാത്രി കിടക്കുമ്പോഴൊക്കെ ഇട്ടക്കണം, അതിനൊക്കെ പറ്റും. ചിലപ്പോൾ മറന്നു എന്ന് വരും, സാഹചര്യമല്ല. ചോറയും കഴിഞ്ഞാണ്ടേ വണ്ടി എടുത്തതാ. അപ്പോൾ ഇബ്രുവിന് ബൈക്ക് കണ്ടപ്പോൾ ഒരു ട്രൗസറും പാൻറ്റും കുപ്പായൊക്കെ ഒന്ന് വാങ്ങണം പറഞ്ഞുകൊണ്ട്, പുതിയ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വാങ്ങണം പറഞ്ഞിട്ട് ഞങ്ങൾ നിർത്തിയതാ. സാധാ നമ്മളെ കേരളത്തിൽ നമ്മളെ സാധാരണ കേരളക്കാരെ സ്ഥിരം സ്റ്റൈല് ഇത് വെറുതെ തപ്പുക. ഇബ്രും ചായും പാടെ തപ്പാറങ്ങിയതാണ്. നേരത്തി തപ്പിയൊരു മൂലൂറ്റിമാരൊരു പാവം ചെക്കാവും. ആ വെയിലെത്തി ഇറങ്ങി വന്ന് കമ്പിളി വാങ്ങണം, കോട്ട് വാങ്ങണം, ചെരുപ്പ് വാങ്ങണം, ഷൂ വാങ്ങണം എന്നൊക്കെ പറഞ്ഞാണ്ടേ വെറുതെ അങ്ങനെ ഇറങ്ങി വന്നത്. അപ്പോൾ ഒരു പാവം തോന്നുക. ഏതായാലും പല ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ. കളർ എഫക്റ്റാണ് ഇവിടെ. കാരണം റോഡ് സൈഡിൽ തന്നെ അങ്ങനത്തെ ഒരുപാട് കച്ചവടങ്ങളാണ്. ഫ്രൂട്ടിൻ്റെ കച്ചവടമായിട്ടും പലചരക്കായിട്ടും അത് പല രീതിയിലാണ് ഇവിടെ ഇവർ വിൽക്കുന്നത്. അങ്ങനെ നല്ല ഡബിൾ കോട്ട്, മറ്റേ ടീഷർട്ടുകൾ, ഫുൾ സ്ലീവ് ടീഷർട്ടുകൾ, ഹാഫ് സ്ലീവ് ഫുള്ള് ചെക്ക് ചെയ്ത് ഒക്കെ അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടെന്നല്ലാതെ പുറത്താക്കണു. പലചരക്കും ഫുൾ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ അത്യാവശ്യം ചൂടുണ്ടായതുകൊണ്ടേ ഈ പാലത്തുമ്മ കൂടെ നമ്മൾ പോകുന്നതേ. അപ്പോൾ അത്യാവശ്യം ചൂടുണ്ടായതുകൊണ്ട് പിന്നെ ഈ കുടിവെള്ള ഐറ്റംസ് ഒരുപാട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും. ഇവിടെ റോഡിൻ്റെ വർക്ക് എടുക്കണം, NHൻ്റെ മെയിൻ സ്ട്രീം NHൻ്റെ വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ ആ ഒരു മെഷീനൊക്കെയാണ്. എന്തായാലും ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഫില്ലറിന് കുഴിയെടുക്കണം. ഇപ്പോൾ ഇത് നേരെ ഇറങ്ങി അങ്ങനെ പോകും, തൊഴിഞ്ഞ് അങ്ങനെ പോകും. അജാതി സിസ്റ്റാണ്, ഒന്നും നോക്കണ്ട. ഹെവി സെറ്റപ്പ്. അതായത് നമ്മളെ കേരളത്തിൽ ഇപ്പോൾ വർക്ക് എടുക്കുന്നുണ്ടല്ലോ ഫില്ലറിൻ്റെ പരിപാടികൾ, അതേപോലെ അവിടെ നടക്കുന്നുണ്ട്. തീരദേശ ഹൈവേ എന്ന് പറഞ്ഞാൽ ഇവിടെ വേറൊരു ഹൈവേ ആണ്. അങ്ങനെ ഏതായാലും ഒന്നും എടുത്തില്ല. പതിവ് പോലെ കേരളീയ സ്റ്റൈല് എല്ലാം തപ്പി വലിച്ചു വരികയാണ്. നേരെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. നമ്മൾ പോണതേ നമ്മൾ ആന്ധ്രയിലെ ഉൾഗ്രാമങ്ങൾക്കാണ് കേട്ടോ. അങ്ങനെ ഒരു ഗേറ്റ് ഇങ്ങനെ വെച്ചേക്കും എല്ലാ റോഡിൻ്റെ സൈഡിലും. അപ്പോൾ ഇതെന്താ, അത് ഗ്രാമങ്ങൾക്കുള്ള റോഡിൻ്റെ ഒരു സിമ്പിളാണ് ഈ വലിയ ഗേറ്റ് എന്നുള്ളത്. ഒരു ഗ്രാമത്തിൻ്റെ ഒരു പേരും ഉണ്ടാവും, അതിനൊരു പേരും ഉണ്ടാവും. അവിടുത്തെ ഗ്രാമത്തിലെ വീടുകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഇങ്ങനത്തെ ചെറിയ വീടുകളേക്ക് കാരണം ഇവിടെ വലിയൊരു ഹെവി വീടുകളൊന്നും കാണാൻ കഴിയില്ല. പിന്നെ ഒരുപാട് ചെറിയ കുടിൽ വ്യവസായങ്ങളുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാവും. അതൊരു സ്കൂളാണ് ഇപ്പോൾ കാണുന്നത്. അതായത് നമ്മളെ കേരളം ഒഴിച്ച സൗത്ത് ഇന്ത്യയിലെ ആന്ധ്ര, കർണാടക, തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഒരു പരന്നിങ്ങനെ കിടക്കണം. നമ്മളെ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി മോഡലല്ല ഈ ഒരു മറ്റ് 3 സ്റ്റേറ്റിൻ്റെയും ഭൂപ്രകൃതി എന്ന് പറഞ്ഞത്. ഇതാണ് നമ്മൾ ആന്ധ്രയിലെ നെല്ലൂർ ഭാഗത്തുള്ള ഒരു ഗ്രാമത്തേക്ക് കയറിയതാണ് നമ്മൾ. അപ്പം അങ്ങനെ അവിടുത്തെ ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകളും. ഒരു കൃത്യം 3 മണിയാണ് ഇപ്പോൾ സമയം കേട്ടോ. നോക്കി, ചെറിയൊരു കൊട്ടവണ്ടി
ആക്കി ഗ്രാമത്തിലുള്ള ആളുകൾ അങ്ങോട്ട് വെള്ളം കൊണ്ടുപോവാണ്. അവരെ വീടാ തോന്നുന്നു. അവിടെ കണ്ടില്ല ചെറിയൊരു കെട്ടിണ്ടാക്കിയാണ്. അതൊക്കെയാണ് കുടിലുമാരുള്ള ചെറിയ കെട്ടിണ്ടാക്കിക്കുക. ഇവിടെ വേറൊരു കാഴ്ച കാണിച്ചു തരാം ഞങ്ങൾക്ക്. കേട്ടോ, എല്ലായിടത്തും ഒരു 100 മീറ്റർ 200 മീറ്റർ ഗ്യാപ്പിൽ ഇങ്ങനെ ഇവർ ഒരു അമ്പലം പോലെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. ഇവരിതിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്നുണ്ട് ഇവിടെ, ഉണ്ടല്ലേ. ഓരോരുത്തർക്കും ഓരോ വിശ്വാസം, ഓരോ വിശ്വാസമായിട്ട് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഒരു 10-200 മീറ്റർ ഗ്യാപ്പിൽ ഇങ്ങനെ എല്ലായിടത്തും. പക്ഷെ ഇതൊരു ഇവരെ മുതലെടുക്കാനായിട്ട് ഇവിടെ ഒരുപാട് ആളുകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇതും വെച്ചിട്ട് ഓരോ അമ്പലം പണി എന്നിട്ട് അവിടെ ഈ പാവപ്പെട്ട ആൾക്കാരെ കൊണ്ടേ പൈസ കൊണ്ടടിപ്പിച്ച വെറുതെ. ചെറിയൊരു ഗ്രാമമാണ് ഇപ്പോൾ ഇത്. ഇബ്രും ജാബിയുടെ റെസ്റ്റിലാണ് കാരണം അവിടെ ഇരിക്കണേ. ഞാൻ ഇങ്ങനെ ഇറങ്ങിയതാണ്, കണ്ടില്ലേ. ചെറിയ കുടിലുകൾ, ചെറിയ കുടിലുകളാണ് ഇതൊക്കെ ഫുള്ള് കേട്ടോ. ചെറിയ 2 അമ്മച്ചിമാർ ഇതാ കുത്തിറക്കണേ. അവർ പിന്നെ നമുക്ക് ഭാഷ സംസാരിച്ചിട്ട് കാര്യമില്ല, അവർക്ക് പിടുത്തം കിട്ടില്ല. സൗഖ്യമാ? സാപ്പിട്ടാ? ഫുഡ് കഴിച്ചാ? ഫുഡ് കഴിച്ചാ? ഫുഡ് കഴിച്ചാ? ഫുഡ് കഴിച്ചാ? അവിടെ ഇതാക്കണു പശുക്കൾ. നമ്മളിങ്ങനെ ചെറിയ ഒരു ഗ്രാമത്തിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. ഇവിടെ ഇതാക്കണൊരു ചേച്ചി വിറക് വെട്ടണതാ. ചേച്ചി വിറക് വെട്ടുന്നുണ്ട്. ഒക്കെ ചെറിയ വീടുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ വീടുകളാണ്. നോക്കി, അവിടെ ഒരു പശു ഫാമുണ്ട്. അവിടെ ഇതാക്കണം ഒരു ചെറിയ കുട്ടിയും ഒരു പശു ഉണ്ട്. ഇവരെ വീടാണ് തോന്നണത്. ചെറിയ ഉണ്ടല്ലേ. ഇതാണ് സിറ്റ് ഔട്ട് പോലെ, വീടിൻ്റെ സിറ്റ് ഔട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിലൊരു കിച്ചണും ഉണ്ടാവും. ചെറിയൊരു ഒക്കെ അങ്ങനത്തെ വീടുകളാണ്. ഈ വീടുകളൊക്കെ നോക്കി ആകെ തന്നെ ഉള്ളൂ. ഇവിടെ ഇതാക്കണ ഇവരെ പശുവാണ് തോന്നുന്നു കേട്ടോ. പശു പോത്തേക്കാണ് ഇവരെ മെയിൻ സ്രോതസ്, വരുമാനം. ഇതായിക്കുള്ള അതിൻ്റെ ചാണകങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഒക്കെ ചെറിയ വീടുകളാണ് കേട്ടോ. ഗ്രാമങ്ങൾ. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നും വലിയ വിദ്യാഭ്യാസം വളരെ കുറവായി. കാരണം ഇവർക്കൊക്കെ അങ്ങനെ ചെറിയൊരു കുട്ടിതാ വിദ്യാഭ്യാസം വളരെ കുറവായി. കാരണം നല്ല ഉള്ളേരായതുകൊണ്ട് ഇവർ ഓരോ ദൈവങ്ങളും ഐറ്റങ്ങളൊക്കെ വിശ്വസിച്ച് അങ്ങനെ പോവുക ദൈവീകരമായിട്ട്. ഇങ്ങനെ പശു ഇതാക്കണ്. അതും ദൈവങ്ങളെന്നൊക്കെ പറഞ്ഞാൽ 1-2 അല്ല. മറ്റേ ആഴ്ചക്ക് മാറാറണ പോലെ ആഴ്ചക്കും മാറും, മീറ്ററിനും മാറും. എന്നാ കേരളാന്ന് ഊര് ചുറ്റാൻ വന്ന് നമ്മൾ ടോട്ടൽ ഇന്ത്യ ഫുൾ ചുറ്റി. யார் വീഡിയോ യൂട്യൂബ് എല്ലായിടത്തും ഇങ്ങനെ കാണട്ടോ. ചിത്രം വരച്ച് വെച്ചുക്കണം. ഓരോ വിശ്വാസമാണ് സംഭവം. എല്ലായിടത്തും കണ്ടില്ല, ഇവിടെ ഉണ്ട്. എല്ലാ വീടിനും മുന്നിൽ അവിടെ ഇവരെ കുളിമുറിൻ്റെ നോക്കിയാൽ ഇത്ര ഉള്ളൂ. ഓരോ സേഫ്റ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ നോക്കിയാണ് ഒരു ചൂള കമ്പനി, ഓടും കമ്പനി. ആ ഗേറ്റ് അടവാ, അങ്ങോട്ട് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വിഷ്വൽ. പക്ഷെ അത് ഒരുപാടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ പോകണ വഴിയിലൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. ഇവിടെ നിന്ന് ശരിക്കും നമ്മളെ നാട്ടിലൊക്കെ നെല്ല് കൊണ്ടുണ്ട് ഇവിടെ നിന്നാണ്. ചെറിയ പൂവൊക്കെ ചുറുക്കൾ, നല്ല രസമുള്ള പൂക്കൾ. നമുക്ക് ആ കുടിലിൻ്റെ അങ്ങോട്ട് ഒന്ന് പോയി നോക്കാം. ആണ് കാരണം അപ്പോൾ വണ്ടിൻ്റെ ഉള്ളിൽ നല്ല വെയിലായതുകൊണ്ട് അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല കട്ട വെയിലാണ്. അപ്പം ഞാൻ അങ്ങനെ ഒരു ഗ്രാമത്തിൽ കൂടെ അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെ ചെറിയൊരു തടാകം. ഇതിങ്ങോട്ട് വെള്ളം എടുക്കണ ഒരു സെറ്റപ്പ് സ്ഥലമാണ് തോന്നുന്നു കേട്ടോ. പാടത്തു കൂടെ അങ്ങനെ നടന്നു നോക്കാം നമുക്ക്. അയ്യവാ ഇതാക്കണോ, അവിടെ നിന്നാണ് ആ വെള്ളം വരുന്നത്. ഉണ്ടല്ലേ നെല്ലോക്കി. അയ്യവാ നമ്മളെ ഓട്ടർഷ ഇതാക്കണേ അവിടെ.
അരികത്തായാരോ പാടുന്നുണ്ട്. മണലിട്ട ഇവിടെ മണലിട്ടച്ചാണ്. എന്താ കരിപ്പൊടിയാണ് തോന്നണം. കരിപ്പൊടി ഇവരെ വീടൊക്കെ നോക്കി നിങ്ങൾ. ഇത്ര ഉള്ളു ഇവരെ വീട്. ഇതാണിപ്പോൾ ഇവരെ വീട് എന്ന് പറയേണ്ടത്. ഇവരാണ് നേരത്തെ വെള്ളം കൊണ്ടുവന്നത്. അത് വെള്ളം കൊണ്ടുവന്ന വിഷയങ്ങൾ കാണിച്ചെന്നോ എനിക്കറിയില്ല. ഇവരവിടുന്ന് വെള്ളം എടുത്തിട്ട് നമ്മളെ ഓട്ടർഷൻ്റെ അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് ഇങ്ങോട്ട് പോരുക. കുടിവെള്ളം ആയിരിക്കും എടുത്ത് കേട്ടോ. ബാക്കിയുള്ള വെള്ളത്തിനൊക്കെ വരത്തുണ്ടാവും. ഇതിപ്പോൾ നെല്ലെണ്ണ ഇട്ടതേ. ഈ ചോറാളല്ലേ നമ്മൾ തിന്നണതേ. നമുക്ക് തിന്നാനേ കഴിയുള്ളൂ. ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇവരെന്നെ വിചാരിച്ചണം. ഇവരോട് വിചാരിച്ചില്ല എന്നുണ്ടെങ്കിലേ നമ്മൾ അന്നം അങ്ങോട്ട് മുട്ടും. ശരിക്കും നമ്മൾ അന്നദാതാക്കളാണ് ഇവർ. ഇനി ഒരു ട്രാക്ടർ ഇതാക്കണം ഇവിടെ. ഈ മണ്ണുകൊണ്ട് കട്ട ഉണ്ടാക്കുക തോന്നണം കേട്ടോ. ആക്കണു കട്ട അവിടെ ഉണ്ടാക്കണതാ. അയ്യവാ, ഇത് നമ്മൾ ആന്ധ്രയിലെ നെല്ലൂരാണ് ഇട്ടത്. ചെറിയ ഇതാണ് സ്റ്റേ കട്ട ഉണ്ടാക്കണത് ഇങ്ങനെയാണ് ഉണ്ടല്ലേ. അതിൻ്റെ രീതി നമുക്കൊന്ന് നോക്കുക. അണ്ണാ വണക്കം. കേരള എന്ന് വന്നിട്ട് ട്രാവലിങ്. ഇഷ്ടിക ഹോളബ്രിക്ക് ഇഷ്ടിക. ആ നോക്കിയാണ് കട്ടകൾ ഫുള്ള്. ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതെങ്ങനെയാണെന്നുള്ളത് ചോദിച്ചു നോക്കാം. നമുക്കൊന്നും ഹിന്ദിയൊന്നും അറിയില്ല. ഇതാണ് മൂപ്പരാണ് അതിന് മണ്ണ് സെറ്റാക്കണത്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചതാണ് അംശമുണ്ട്. അതിൽ ചെറിയൊരു പൂല് പിടിച്ച മാതിരി സംഗതി ഇങ്ങനെ ഉണ്ടായിമ. ഇത് ഫുള്ള് ഇപ്പം ഉണ്ടാക്കി വെച്ചതാണ്. അറ്റം കാണാൻ അത്ര പാടട്ടോ. നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു പാടം കണ്ടിട്ട് അത്ര കാലായി. നോക്കിയാൽ നിങ്ങൾ അതിൻ്റെ കരിപ്പൊടി ഇതാക്കണം ഇവിടെ. നോക്കിയാണ് ഈ പാടം. ഇത് മുയവേ ഇതിമെന്നാളെ റബ്ബേ നമ്മൾ തിന്നണല്ലേ. ഇവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കണോണ്ട് തിരക്കടില്ല. വാ, ഇത് ചൂളയിലിട്ട് കത്തിക്കുക എന്നാണ് തോന്നണം കേട്ടോ. ഇവരോടാണെങ്കിൽ നമുക്ക് സംസാരിക്കാനും സംസാരിച്ചിട്ട് അവർക്ക് മനസ്സിലാവണോ വിചാരണമാര്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമായിരുന്നു. ഇവിടെ എന്തോ ഇതാണ് സംഭവം. എന്താ അതിൻ്റെ ബോക്സ്. ഈ ബോക്സിലാണ് ഇത് അടിക്കുക മണ്ണുകൊണ്ട്. ഇതാണ് എന്നിട്ട് ഇതാണ് അച്ച് കേട്ടോ. ഇതാണ് ബോക്സ്. ഈ ബോക്സിൽ അച്ചുണ്ടാക്കിയിട്ട് അതാണ് ഈ കാണുന്നത്. അങ്ങനെ അവിടുന്ന് വീണ്ടും നമ്മൾ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കണം. നമ്മൾ ഏകദേശം ഒരു 150-200 കിലോമീറ്റർ ആയാൽ നമ്മൾ സൈഡാക്കും. ഫുൾ നമ്മൾ ഒരുവിധം പോണതൊക്കെ സ്ട്രൈറ്റ് മെയിൻ NH കൂടെ തന്നെയാണ് കേട്ടോ. കാരണം ഇവിടുത്തെ എന്താ വെച്ചാൽ ഇവിടെ നിന്നാണ് ശരിക്കും നമ്മളെ കേരളത്തിലേക്ക് നെല്ല് കൊണ്ടുണ്ട്. നമ്മൾ തിന്നുകൊണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവരുതാണ്, വേറെ ആരുതുമല്ല. തമിഴ്നാട്ടുകാരതും ഇവരതൊക്കെ തന്നെയാണ്. ജാവി അതാക്കുന്ന സൈഡിൽ മൊബൈലിൽ കളിച്ചോണ്ട് നല്ല സോഫ കുത്തിറക്കണ മാതിരി ചാരി ഇങ്ങോട്ട് ഇരുന്നു കൂടെ ചെറുക്കാം. ഇബ്രോനെ വണ്ടി ഓടിക്കണേ. ഒരു ഉച്ച 11-12 വരെ ഞാൻ ഓടിച്ചു. 100-120 കിലോമീറ്റർ. ബാക്കി ഇബ്രോനെ ഓടിക്കണേ. അങ്ങനെ ജാവി ഓടിക്കും, മാറ്റിയൊക്കെ ഇങ്ങനെ ഓടിക്കും. നല്ല സുഖമായിട്ട് റാത്തിൽ അങ്ങനെ കാലും നീട്ടി കുത്തിറന്ന് അങ്ങനെ ഈ കാറ്റും കൊണ്ട് അങ്ങനെ പോയാലിൻ്റെ മോനെ പൊളി. ഇതൊരു രസമറിയോ. അങ്ങനെ പോണു. പക്ഷേ അത് നിങ്ങളൊക്കെ എല്ലാവരും ദ്വാരക്കുണ്ട്. ഈ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. നല്ല രീതിയിലെല്ലാം ഉഷാറായിട്ട് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വരാൻ കേട്ടോ. അങ്ങനെ കുടിവെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പമ്പ് കയറി. പമ്പിൽ നിന്ന് പിന്നെ നമ്മൾ കയറുമ്പോൾ ഫുൾ ടാങ്ക് പെട്രോളും അടിക്കും, കുടിവെള്ളം എടുക്കും, മിനറൽ വാട്ടറിൽ അതും എടുക്കും. പിന്നെ നമ്മൾ 2 തപ്പുണ്ട്. 30 ലിറ്ററിൻ്റെ 15-ൻ്റെ ഒരു തപ്പും 20-ൻ്റെ ഒരു തപ്പും 10-ൻ്റെ വേറൊരു തപ്പും. അപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞു ക്യാനത്തെ വെള്ളം തന്നെ എടുത്തോളി, നല്ല വെള്ളം കൊണ്ടുപോയിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ടേ ഫുള്ള് ലോഡാക്കി. എണ്ണയും ലോഡാക്കി. എണ്ണ എപ്പോഴും പിന്നെ ഒരു 5 ലിറ്റർ ഡീസൽ അതും കയ്യിലുണ്ടാവും. പിന്നെ വണ്ടിയിൽ ഫുൾ ടാങ്ക് വെക്കും. അങ്ങനെ ഫുൾ ടാങ്ക് ആക്കി വീണ്ടും യാത്ര ആരംഭിച്ചു. ഇനി നമുക്കിങ്ങനെ സൈഡാക്കണം. കുറച്ച് പലചരക്ക് സാധനങ്ങൾ വാങ്ങാണ്ട്. പലചരക്ക് സാധനങ്ങളൊന്നും അരി കഴിഞ്ഞിട്ടുണ്ടേ. അരി കഴിഞ്ഞാൽ പിന്നെ നേരെ അത് വാങ്ങുക. കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ ഏകദേശം ഉണ്ട്. ഇനി പരിപ്പോ അങ്ങനെ എന്തെങ്കിലും ചില്ലറ ഐറ്റംസ് വാങ്ങിയാൽ മതി. ഇവിടെ പിന്നെ ചിക്കൻ കഴിക്കാൻ നല്ല പൂതിയുണ്ട്. പക്ഷേ ചിക്കൻ എന്താ വെച്ചാൽ ഇവിടെ ഹലാലാവില്ല ചിലപ്പോൾ. കാരണം ഇവർ അറുത്തുകാണ്ട് കറക്കണതാണോ കൊന്നതാണോ ഒന്നും അറിയില്ല. പരന്ന് പിടിച്ച് കിടക്കണമൊക്കെ പച്ചപ്പ് ഇങ്ങനെ പുതച്ച് നിൽക്കണം ആന്ധ്ര.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് ചിക്കൻ കഴിക്കലില്ല. അങ്ങനെ ചങ്കാളെ വൈകുന്നേരമൊക്കെ രാത്രിയിലേക്ക് ഫുഡ് വേണ്ടേ, ഫുഡിന് വേണ്ടിയിട്ട് പലചരക്ക് വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയത്. ഒരുവിധം പലചരക്കൊക്കെ ഉണ്ടെന്ന്, എന്നാലും ചാവൽ അല്ല. ഇന്നെന്തൊക്കെ വാങ്ങണേ? ചോറിൻ്റെ അരി കഴിഞ്ഞു. എന്താണ് അരി? 65. 65 റുപ്യേൻ്റെ അരിയാണ് ഇപ്പോൾ കണ്ടില്ലേ. ഇത് 60. ഇത് എങ്ങനെയാണ്? എന്താ നാട്ടുതരി വേണ്ട, വേവുള്ളതോ വേവാത്തതോ എന്തൊക്കെയോ പറയലുണ്ടല്ലോ. എങ്ങനെ എങ്ങനെ കുറച്ച് വാങ്ങാം. അല്ല, വേവുള്ളത് വേവാത്തത് നിങ്ങൾ പറയലുണ്ട്. എന്നാ പിന്നെ 5 രൂപ വാങ്ങിക്കോ എല്ലായിടത്തും. സ്ഥിതി എന്ന് പറഞ്ഞാലോ ഒരു ടേസ്റ്റ് അതിന് വേറൊന്നുണ്ട്. ഏത് റൈസ്? പൊന്നരിയ അല്ല. ഇപ്പം എങ്ങനെ വാങ്ങണമെന്നിട്ട്? 2 കിലോനെ ബിരിയാണി റൈസ് 2 കിലോനും ഇത് 2 കിലോനും അല്ലേ? ബാക്കിയുള്ള സാധനമൊക്കെ കടയിൽ ഇതിലുണ്ടോ? വണ്ടി ഉണ്ടോ? ഏതാ ഓയിൽ കമ്മിയാ? വെളിച്ചെണ്ണ? വെജിറ്റബിൾ ബിരിയാണി വെക്കാണ്. ചിക്കൻ ബിരിയാണി വെക്കുക. വെജിറ്റബിൾ ഒന്നും തൊള്ളിലേക്ക് വെക്കാൻ പറ്റില്ല. അതിലാറിൽ നാടൻ ചോറാണ്. ബിരിയാണി വെക്കണം നിർബന്ധമില്ലല്ലോ. അതിലാറ് നാടൻ ചോറ് ചെയ്യാറോ. വലിയ പിക്കിളില്ലേ? ബഡ ഡെയിലി വാങ്ങാൻ നിൽക്കണം എന്തൊക്കെ. നമ്മളാ ഒരു 15 ദിവസമാണ് അച്ചാർ പോയി. അതാണ് വലുതായാളെ മാങ്ങേ. അങ്ങനെ ഒരു മാങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പച്ചക്കറി നമ്മുടെ നാട്ടിലത്തെ സെയിം സാധനം തന്നെ. എക്സ്ട്രാ ആയിട്ട് പച്ചക്കറിയിലൂടെ വേറെ ഒന്നും ഇല്ല കേട്ടോ. ഇതെന്താ സാധനം നമുക്ക് കൊടുത്താൻ കിട്ടണില്ല. പിന്നെ കക്കരി, പയറില്ല. പയറിൻ്റെ പേര് മറ്റേ അമരിക്കുണ്ട്. മുരിങ്ങക്കായി ഇതാക്കണം. വെളുത്തുള്ളി ഒക്കെ കിടക്കണം. ഇവരിങ്ങനെ ആലോചിച്ചാണ് ഇനി എന്ത് വേണം എന്നുള്ളത്. തക്കാളി ഇതാ, ചെറിയ വെള്ളരി. എങ്ങനെ? തക്കാളി ഉണ്ടോ? പച്ചക്കറി എന്താ ഉള്ളത്? അത് നാളെ രാവിലേക്കും വേണ്ടേ? നിങ്ങളെ തല ഇങ്ങനൊന്നും കേറൂലല്ലേ? പിന്നെ നാളെ രാവിലേക്കൊക്കെ വേറെ പീടിയിൽ നിന്ന് വാങ്ങേ. എന്തൊരു കഷ്ടം. ഉണ്ടോ തക്കാളി? ഉണ്ടോ രാവിലേക്കൊക്കെ ഉണ്ടോ? എന്നാലും കുറച്ച് തക്കാളി എടുക്കലല്ലേ. അല്ല, ഉണക്കലീനുണ്ട് ജാവി എന്തെങ്കിലും ഐറ്റംസ്. ഉണക്കലീൻ എടുക്കൂല? നിങ്ങൾക്ക് തീരെ താല്പര്യമില്ല ഉണക്കലീന്? ഉണക്കലീനോ? അല്ല, ഉണക്കലീൻ നേക്ക് നിങ്ങൾക്ക് അറിയില്ലെന്നാ. അതിങ്ങനെ ആ കഞ്ഞിക്കനെ പൊട്ടിച്ചാണ്ടല്ലോ. ഇബ്രുവിന് ഉണക്കലീൻ പറ്റൂല എന്നാറുണ്ട്. ഉണക്കലീൻ ഫാൻസ് ഇവിടെയൊക്കെ പോണം. അത് നല്ല പരിപാടിയാണ്. പരിപ്പാണെങ്കിൽ കുറച്ച് വാങ്ങിക്കോ. ഒരു അര പരിപ്പ് വാങ്ങല്ലേ. നേരെ തക്കാളിയൊക്കെ ഇട്ടുണ്ട് അടിക്ക. അല്ല, ഇതാ ഇവിടുത്തെ ഇതാ പരിപ്പ് ഇവിടുത്തെ ചുവന്ന പരിപ്പോ? യെസ്, ദിസ് ഈസ് ഈ പരിപ്പാണ് വേണ്ടിയല്ലേ. അയ്യവാ, ഇത് മറ്റോ തമ്മിലെന്താ മാറ്റം? കളർ മാറ്റേ ഉള്ളൂ. മിക്സറിൽ വരുന്ന പരിപ്പാണ് എന്നുള്ളതാണ് ഇബ്രോ അവകാശപ്പെടുന്നത്. അങ്ങനെ ആ പരിപ്പ് എടുത്തു. എത്ര ഉണ്ട്? 375. എന്നാ പാക്കാക്കി വിളി.
അങ്ങനെ അത്യാവശ്യം 1-2 ദിവസമൊക്കെ മുട്ടിത്തീരാളേ സാധനങ്ങളൊക്കെ വാങ്ങിട്ടോ. അങ്ങനെ ചങ്കളെ നമ്മളേ ഈവനിങ് വണ്ടി സൈഡാക്കി. ഇന്ന് ഇവിടെയാണ് നമ്മളെ സ്റ്റേ. കണ്ടില്ലേ, കിടില ആംബിയൻസിലാണ്. ഏകദേശം ആന്ധ്ര മധ്യഭാഗത്തായിട്ട് വരും. നെല്ലൂർ കഴിഞ്ഞിട്ടേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ഒരു 6 മണിയായപ്പോൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ സൈഡാക്കി. ഐഷൊക്കെ ഇതാ ഒലഞ്ചി നിൽക്കുകയാണ്. ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കലും പരിപാടിയൊക്കെ തുടങ്ങണം. ഐഷ് ജാവിയൊക്കെ തട്ടെ തുണിയൊക്കെ മടക്കത്തുത്തി നിൽക്കണോ? കുറെ ആൾക്കാരെ ചോദ്യമുണ്ട്, പിന്നെ നിങ്ങൾ ഇത്ര മൂഡ് ഓഫ് എന്നൊക്കെ. ഇന്നലൊക്കെ ചെന്നൈയിലൊക്കെ, അതായത് അത്രയും വെയിലത്ത് നമ്മള് ഒരു 5-6 മണിക്കൂർ ആ വെയിലത്ത് ആണ്ടും കൊണ്ടോ ട്രാഫിക്കിലൂടെ നടന്ന് വന്ന് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ഒരു 10 മിനിറ്റുള്ള ഇരുത്താണ്. അത് നമ്മളൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇരിക്കണം. മറ്റേ ഡ്രൈവിങ് ചെയ്ത് അങ്ങനെയുള്ളൊരു ഇതാണ് നമ്മളെ മുഖത്ത് കാണുന്നത്, അല്ലാതെ നമുക്ക് ചടച്ചിട്ടൊന്നുമല്ല. പക്ഷെ എന്താ പറയാ, അത് ഓൽക്ക് അവരുടെ മനസ്സിലാവില്ലേ. എന്താ വെച്ചാല് ഓല് കാണുന്നത് ഓ ട്രെയിൻ പോണോക്കിയാ ഓ വാ നോക്കിയാണ് ട്രെയിൻ പോണോ. കിടില ആംബിയൻസ്, ഒരു രക്ഷയില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഓല് കാണുന്നത് പറഞ്ഞാൽ ചൊറുക്കിൽ നിൽക്കണ പോക്കും വരവാണ്. അപ്പോൾ ലൈഫ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് 24 അവർ ഒരു മനുഷ്യനും ഹാപ്പി ഒരിക്കലും നിൽക്കില്ല. നമ്മൾ 24 അവർ ഹാപ്പി ആണെങ്കിലും അത് ഇതുണ്ടാവുമല്ലോ, ടെൻഷനല്ല, സോറി ക്ഷീണം. കാരണം ഇത് ടൗണിൽ കൂടിയും ഒക്കെ പാടെ കടന്ന് വരികയല്ല. നമ്മൾ സിറ്റിക്ക് ഇറങ്ങിയാൽ തന്നെ ഭയങ്കര സ്ട്രെസ്സാണ്. കാരണം പെരും വെയിലും ചൂടും പോക്കല്ലേ. വണ്ടികൾ പോണോക്കി മറ്റേ ഈ ഏരിയ നോക്കിയാണ് നിങ്ങൾ. ഇപ്പം ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിക്കണല്ലേ ബ്രോ? എവിടെ അടിക്കുക? അവിടെ അടിക്കല ടെൻറ്റ്. ഫുഡ് വേണം ഇവിടെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഫുഡ് ഇവിടെ ഉണ്ടാക്കുക, ഇവിടെ അങ്ങനെ അടിക്കുക. അത് പോയാലും വേറെ വിഷയമുണ്ട്. എങ്ങോട്ടാണ്? അപ്പുറത്തേക്കാ പൂവാ ഇവിടെ അടിക്കുക. ആന്ധ്ര എന്ന് പറഞ്ഞതേ നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ തമിഴ്നാട് പോലെ തന്നെ പരന്ന് പിടിച്ചിങ്ങനെ കിടക്കണില്ലേ? അല്ല ഇന്നിപ്പത്തെ കൂട്ടാൻ ഇന്നിപ്പത്തെ നമ്മൾ വാങ്ങിയപ്പോഴത്തേനും നമ്മൾ പരിപ്പ് 2 ഐറ്റം വാങ്ങിയിട്ടുണ്ട്. പരിപ്പും പിന്നെ ഇതും ചെറുപ്പയർ വാങ്ങിയാണ്. റൈസ് അരി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടുത്തെ ഐഡിയ കിട്ടിയിട്ടുള്ളത്, അത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു. റൈറ്റ് ഐറ്റം പകുതി പകുതിയാക്കി വാങ്ങിക്കാണ്. ഇപ്പം നമ്മൾ പരിപാടി തുടങ്ങല്ലേ? ഏറെക്കുറെ തുടങ്ങും. ഓക്കെ, അപ്പം നിങ്ങൾ പരിപാടി തുടങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ. പരിപാടികൾ തുടങ്ങാനുള്ള പരിപാടികളാണ്. അങ്ങനെ ഹൈദരാബാദിലെത്തി നമ്മൾ ടെൻറ്റ് കെട്ടാനുള്ള ആശാമാർ കണ്ടില്ലേ? ഇന്ന് മറ്റുള്ള കാര്യത്തിൽ മെനക്കിടാൻ കേട്ടോ ടെൻറ്റ് കെട്ടാൻ വേണ്ടിയിട്ട്. ആ മുഖത്തിൽ ചിരി ഇങ്ങനെ കണ്ടാൽ തന്നെ അറിയാം. എന്താ ചിരി! നെല്ലോറ അല്ലേ നമ്മളെ ഇതാ ഏകദേശം ഇങ്ങനെ ഇവിടെ അരി ഒരാൾ വന്നിട്ട് രാവിലെ അരി കേക്ക് വെച്ചിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട്, ഒന്ന് തിളച്ചിട്ട് വേണം. എന്താ ഇതിങ്ങനെ ആണ്ടും കണ്ടും ചെരിഞ്ഞു മറിഞ്ഞൊക്കെ ഇങ്ങനെ വെക്കും. ഒക്കെ ശരിയാവും, ഉപ്പ ശരിയാക്കി തരാറുണ്ട് ആശാനെ. ഇപ്പം ശരിയായി തരാം, പപ്പ പറഞ്ഞ മാതിരി ഇപ്പം ശരിയായി തരാനായിട്ട് 2 ഊക്കടൽ തുടങ്ങിയിട്ട് കുറേ നേരമായി. ആ ഏകദേശം ഇന്ന് കുറച്ച് നേരത്തെ ഇങ്ങനെ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ അങ്ങനാണ്ട് വീടാക്കി ഓടിയിട്ട്. ഇപ്പോൾ എങ്ങനെയായാലും ഇന്നിപ്പോൾ എങ്ങനെയായാലും അവിടെ എത്തലുണ്ടാവില്ല. അപ്പം ഇനിയിപ്പോൾ തങ്ങാണ്, പിന്നെ ഇഷ്ടമാകുമ്പോൾ തങ്ങാൻ ചെറിയൊരു ബുദ്ധിമുട്ട് വരും ചെയ്യും. അപ്പോൾ അപ്പം നമ്മൾ നേരത്തെ തന്നെ അങ്ങനാണ്ട് കെട്ടി. കറക്റ്റ് സൺസെറ്റ് ഒരു രക്ഷയുണ്ടാവില്ല. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാലേ സൺസെറ്റ് പോക്കായി. അവിടെ ആണെങ്കിൽ മറ്റേ ട്രെയിന് പോണ രംഗതാക്കുന്ന മുന്നിൽ അതുണ്ടാവും. അപ്പോൾ ഇതിന് ഏകദേശം ഇവിടെ വെള്ളം അങ്ങനെ കാഞ്ഞു തുടങ്ങിക്കണ്, അരിയിടാനായി. ഇന്ന് മറ്റാൾ ബക്കറ്റ് കളഞ്ഞിട്ടാ, ബക്കറ്റ് കൂലി കഴിഞ്ഞപ്പോൾ എടുക്കാൻ മറന്ന്. അപ്പോൾ ഇന്നിപ്പോൾ പുതിയൊരു ബക്കറ്റൊക്കെ വാങ്ങി ഞങ്ങൾ. കണ്ടില്ലേ ചിരി കണ്ടില്ലേ? ചൂട് കഴിഞ്ഞാ തോർത്തെടുത്താണ് ഇങ്ങനെ വന്നല്ലാണ്ട് ബക്കറ്റ് അവിടെ വെച്ചാണ്ട് പോകുന്നു. പിന്നെ 10-50 കിലോമീറ്റർ ഇങ്ങോട്ട് എത്തിയിട്ടാണ് ബക്കറ്റ് എത്ര ഉറുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ് ഇതിലിങ്ങനെ നൈറ്റിൽ ഇവിടെ ഇങ്ങനെ ഇരുന്നാണ്ടല്ലോ ഫുഡും കഴിച്ചിങ്ങനെ
ജാവൊക്കെയാണ് അതിങ്ങനെ തളച്ച് തീമിടുക. ചെറുക്കാൻ തുടങ്ങി ഉള്ളി തന്നെയാണോ തൊളിച്ചിട്ടുണ്ട് റബ്ബേ? ഉള്ളി തന്നെയാണോ? നല്ല ഇന്നിപ്പത്തെ കൂട്ടാൻ നമ്മൾ പറയുന്നത് മറന്നു അതിൻ്റെ കൂടെ. ഇന്നിപ്പോ നമ്മള് പരിപ്പ് കറി ആക്കിയാലോ എന്നിങ്ങനെ. പരിപ്പ് കറി അച്ചാർ നമ്മൾ വാങ്ങിയുള്ളല്ലേ? നല്ല നാരങ്ങ കിടില അച്ചാർ. മാങ്ങയുണ്ട് കേട്ടോ, ഐറ്റം മാങ്ങ. അത് നോക്കിയാണ് ഈ ട്രെയിനാ പോണ രംഗം ഉണ്ടാവും രാവിലെ തന്നെ. എനിക്ക് മാങ്ങി കൂട്ടി മുളുംപൊടി ഇപ്പം ഒരു പിടുത്തം പിടിച്ചാലേ ഞാൻ പിടിച്ച ജാബി പാടത്ത് കണ്ട് ഇറങ്ങേണ്ടി വരും. ഉപ്പും മുളകൊക്കെ അവിടെ ഉണ്ട്. ഇവല് നമ്മളെ മേടും ഇത് തിന്ന് കഴിഞ്ഞാൽ. കാരണം ഇന്നത്തെ രാത്രിക്കത്തെ മെയിൻ പ്രതീക്ഷയാണ് ഈ സാധനം. ഇബ്രു പറഞ്ഞ മാതിരി ഒരു പാശിൽ വാങ്ങിൻ്റെ ഒരു സുബൈക്ക് 3 മണിക്ക് ഞാൻ വാഗമണ്ണിൽ ഒരു പാശിൽ വാങ്ങി. വെള്ളം ഉണ്ടോ ഒന്നുമില്ലേ? പക്ഷെ വെള്ളം ഉണ്ട് സുബൈക്ക്. തിന്നാൻ വേണ്ടി നോക്കുമ്പോ വേറെ ഞാൻ കിട്ടൂല. അഞ്ഞ് തൊള്ളെടുത്തിട്ടില്ല. പോണു ട്രെയിന്. അത് പോണു നോക്കി നിങ്ങള്. ഏതാണ് മോനെ പൊളി, ഒരു രക്ഷയില്ല. അല്ല അങ്ങനെ ചോറ് ഊറ്റുന്ന പരിപാടിയിലാണ് ചെങ്കളെ. ബ്രോ ചോറൂറ്റിലായോ? ചോറൂറ്റിയോ? ചോറൊന്ന് കാണിച്ചാണി. ഇവ പൊളി നോക്കിയാണി. ഇന്ന് തക്കാളിയും പരിപ്പ് കറി കേട്ടോ. തക്കാളി ഇട്ടിട്ടുള്ള പരിപ്പ് കറിയാണ്. അതുകൊണ്ട് നമ്മളെ വണ്ടിൻ്റെ ഉള്ളിൽ പെട്ടി എന്തൊക്കെ വർമാനമൊക്കെ ഫുള്ള് പൊള്ളിച്ചിട്ട് വെച്ചുക്കണു. എണ്ണ ഇതാക്കണു. ഇവിടെയാണ് നമ്മളെ ചകിരിയും അതൊക്കെ വെക്കൽ. ജാബി ഇതാക്കണു. ഫോൺ വിളിക്കുന്നു. നമ്മൾ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. നമ്മളെ ഷവറ ഇവിടെ വിരിച്ചു വെച്ചു കേട്ടോ. ഫുഡ് കഴിക്കാനുള്ളത് ടെൻറ്റ് ഇതാക്കണു. ഇവിടെ കെട്ടിയിട്ട് വെച്ചുക്കണു. ടെൻറ്റ് ഇതാ ഫുള്ള് സെറ്റ്. വാ ഇതിങ്ങനെ ഇനി പകല് രാവിലത്തെ സൺറൈസ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്. ഒരു രക്ഷയില്ലാത്ത പൊളികാരം. മുന്നിലിങ്ങനെ പാടും ട്രെയിൻ ഇങ്ങനെ പോവാ പാടത്ത് കൂടെ ഇങ്ങനെ. നല്ല കുത്തലല്ലേ. വരുന്ന മക്കളെ ട്രെയിൻ കാണിച്ചു തരാം. പോണോക്കി ഫീലേ വേറെ, മൂഡേ വേറെ. ഏതാണല്ലേ പോണോക്കി. ഒരു തോണിപ്പാട്ടുണർന്നു കിരികിരി 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 ഓക്കെ. വണ്ടി എന്നൊക്കെ എഗ്ഗാനായി കൊണ്ടോ. ഹൈദരാബാദ് പോയിട്ട് ചെറിയ പ്രാണികളുണ്ട് ഇവിടെ. ഒരു കാക്ക വന്നീന്. ഇവിടുത്തെ ആന്ധ്രത്തെ ഒരാളിനെ ഈ നെല്ലിൻ്റെ ആൾ ഇവിടെ വന്നീന്. കുഴപ്പമൊന്നുമില്ല, അവിടെ അടിച്ചോളി, ഒന്നും പ്രശ്നമാക്കണ്ട എന്നൊക്കെ പറഞ്ഞ്. പ്രാണികൾ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കണു. അങ്ങനെ ചോറായി. ഇതാകണ ചോറ്. ബ്രോ ഫിനിഷിങ്ങിലൂടെ ചോറ് എടുത്തുകൊണ്ട് ഏല ബർക്കത്ത് എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഇബ്രുവിൻ്റെ വാദം അല്ലേ? ഇന്നത്തെ തക്കാളി കറി പൊള്ളിക്കും. തക്കാളി അല്ല, മറ്റേ പരിപ്പും കറി മെഴുകൂട്ടവിടെ. ഈ പരിപ്പ് തവണ വെള്ളത്തിലിട്ട് 2 ഐറ്റം ഉണ്ട് കേട്ടോ. ഏത്? ചോപ്പുള്ളതുകൊണ്ട് രണ്ടും മിക്സാ. നമ്മളത് ഉണ്ടായിരുന്നല്ലേ, മറ്റേത് മഞ്ഞ കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ മിക്സ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു ഗെയ്സ്. മുളകും പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാവിധ ഐറ്റംസുകളും. എങ്ങനെ? മല്ലിപ്പൊടി ഇതാക്കണം. എല്ലാവിധ പൊടികളും. ഉമ്മാൻ്റെ അച്ചാർ കഴിഞ്ഞിട്ടോ. ഇന്നിപ്പോൾ പുതിയൊരു അച്ചാർ വാങ്ങി. ഇപ്പം അങ്ങനെ തോന്നുന്നു ഉമ്മാൻ്റെ അച്ചാർ വലിയ കുപ്പിയിലുമ്പോൾ പറഞ്ഞിനി മണി ആക്കാന്ന്. ആക്കിയാൽ മതിന്. അജാതി ടേസ്റ്റ്. കുകപ്പൊടി എല്ലാവിധ ഐറ്റംസുകളും ഉണ്ട്. പൊടികളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലേ? പൊടികളൊക്കെ ഇനി ഇഷ്ടംമാരുണ്ട്. കുറഞ്ഞ ചിലവുള്ളൂ അല്ലേ? ശരിക്കും ആലോചിച്ചോക്കല്ലേ, ഫുഡിങ് നമ്മൾ വെച്ചില്ലാന്നുണ്ടെങ്കിൽ എമ്മാര് റേറ്റ് ചെയ്യാൻ ഒരു ദിവസത്തിന് എല്ലാം റേറ്റ് ചെയ്യാം. 2 ദിവസത്തിന് ആയത് ആകെ മതി അല്ലേ? വരുന്നുള്ളൂ. മറ്റേത് ഫുഡ് നമ്മൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു ദിവസത്തിന് തന്നെ 1000 റുപ്യ, 300 റുപ്യ. നമ്മളെല്ലാം നോക്കി കോസ്റ്റ് അടക്കം നോക്കിയിട്ടാണ് ഇപ്പൊ നമ്മളെ യാത്ര. ചെലവ് കുറച്ചിട്ട്
ഉള്ള പരിപാടിയാണ്. ശരീരം കൂടി നമ്മൾ നോക്കണം. പല ഭക്ഷണങ്ങളും പിന്നെ അതുമല്ല മറ്റേ നമ്മൾ 1000 രൂപ കൊടുക്കുന്നു കണ്ടു കാര്യമില്ല. അത് റേറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ആവില്ല. ഏതെങ്കിലും ഒരു ഫുഡ് ആവും ചോദിച്ചു. പരിപ്പും മറ്റേ ദാൽ കറിയും റൊട്ടി ആണെങ്കിൽ ദാബാൽന്നാ കിട്ടുക, ദാൽ കറി റൊട്ടി കിട്ടുക. ഇവിടെ റൈസ് ചോദിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അരി നമ്മളെ അരിയല്ല ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഉണ്ടായിരുന്ന പഴയ അരി വെച്ചു. പക്ഷെ നമ്മൾ പുതിയ അരി വാങ്ങിയിട്ടുണ്ട്. നമ്മളെ സാധാ ബിരിയാണി അരിമാരത്തെ അരിയും പിന്നെ ഒരു അരി. ഇന്നിപ്പോ ഇതൊക്കെ വാങ്ങിയ 2 തരം അരി അല്ലേ? വെച്ചു വെക്കാൻ വേണം. ഇതിപ്പോ ഏതാ അരി? ഇത് നമ്മളുണ്ടായിരുന്ന ബാലൻസ് അരിയാണ്. ഓ നന്ദി, നമുക്കൊന്ന് മാറ്റി പിടിച്ചേനു കേട്ടോ. ഇനി പടക്കട്ടെ. അങ്ങനെ മുത്തുമണികളെ നമ്മൾ ഫുഡ് തുടങ്ങി. കഴിയില്ലേ? എന്താണ് കൈകില്ലേ? ഞാൻ പിന്നെ നേരത്തെ തന്നെ കൈ കയറ്റാണ് ഇരിക്കണേ തന്നെ. എന്നാ കഴുകൂ. ആയിക്കോട്ടെ. വണ്ടി അതാ പോണു. ഒരു ഭാഗത്ത് വണ്ടികൾ പോകുന്നു, ഒരു ഭാഗത്ത് 5 മിനിറ്റ് 5 കൂടുമ്പോൾ ട്രെയിൻ പോണു. പാടാണ് ഈ കാണുന്നതേ. അല്ലാ ചോറ്. ഏതാലേ ചോറ്. ആ അച്ചാറും തുറന്നോ. എന്താ അച്ചാറാണ്? ആ ബീഫിൻ്റെ അച്ചാറ്. ഒരു മുതലത്. ഈ ബീഫിൻ്റെ അച്ചാറ് താല്പര്യമുള്ളവർക്കേ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളതിൻ്റെ നമ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം. കിടില അച്ചാറാണിട്ടത്. ഒരു രക്ഷയില്ലാത്ത അച്ചാറാണിത്. മരണ ലെവല്. ബീഫിൻ്റെ 200 10-15 ഐറ്റം ഉണ്ട്. ബീഫുണ്ട്, ചിക്കൻ, ആവൂലി, നത്തൂലി, കയ്പങ്ങ, മിക്സഡ്, നാരങ്ങ, ഈത്തപ്പയ ഇതാക്കണോ? ഈത്തപ്പയം മരുന്ന് സാധനമാണ്. ഒരു രക്ഷയില്ലാത്ത സാധനം. നോക്കിയാൽ നിങ്ങൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അജയ് സാധനം. ഞാൻ നമ്പർ വേണമെന്ന് കമൻറ്റ് ബോക്സ് കൊടുക്കണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് എടുത്തോളൂ. സ്പെഷ്യൽ അച്ചാറ്, നാരങ്ങച്ചാറ്, സ്പെഷ്യൽ നാരങ്ങച്ചാറ്. എന്താ അതിൻ്റെ മോനെ അങ്ങോട്ട് കാണിച്ചാൽ ആ എണ്ണ കാണിച്ചാൽ. പക്ഷെ ആ എണ്ണനോടാണ് താല്പര്യം. ഇത് കിട്ടും. അച്ചാറ് കുറച്ച് പണി പെട്ടോ. ഇബ്രോടെ വളമ്പണാളേ ആ ചൂട് കൊടുക്കാൻ അത് നോക്കിയാണെങ്കിൽ ആ ചൂട് പോണ് അതിന്ന്. അയ്യോ പൊളി. ആ അത് കിട്ടോ 2 തരം കറി. വേറെ എവിടെ ഉണ്ടാവും? ഇങ്ങോട്ട് നോക്കി ചെങ്ങായിമാരെ. വലിയൊരു ചെമ്പട്ടിയിൽ പ്ലേറ്റിട്ട് ചോറൊക്കെ വടിച്ചിട്ടിട്ട് ചോറ് തിന്നുമ്പോൾ പിന്നെ കൂടി അങ്ങനെ ട്രെയിന് പോകുന്നുണ്ട്. അതൊരു വേറെ വഴി. ഇത് കണ്ടില്ലേ? ഇങ്ങനെ വെച്ചിട്ടേ ഒരു അച്ചാറ് ഉണ്ടല്ലേ, അങ്ങനെ ആ തുള്ളുമ്പോൾ അച്ചാർ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് 4 അളക്കല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി ഒരു അടി അങ്ങനെ പിടിച്ചിട്ടേ ഒക്കെപ്പാട് അടി പിടിച്ചാൽ മതി. അങ്ങനെ ചെങ്കളെ ഇബ്രോക്ക് ഈ ഓട്ടർഷി കിടന്നുറങ്ങണു. മനസ്സിലാട്ടോ. അവനോട് ഞാൻ ഉള്ളിൽ കിടക്കാൻ പറഞ്ഞാൽ കിടക്കൂല. ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇത്രയും നല്ല സൗകര്യം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കിടക്കണതാണ്. അല്ലാത്ത ജാവി അതാക്കണം കയറി. അടുത്ത ട്രെയിൻ അതാ വരുന്നേ. കൂകി പായും തീവണ്ടി, കൂകി വിളിക്കും തീവണ്ടി. ജാബി ഇതാക്കണു. അയ്യവാ കടന്നു, ചെറുക്കൻ കടന്നു. ഇതിൻ്റെ ഒരു നേക്ക് പറഞ്ഞ മക്കളെ അത് വേറെ തന്നെയാണ്. ഇത് പറഞ്ഞാലേ ഇത് പൈസ കൊടുത്താൽ കിട്ടൂല. ഇത് ചുളർക്കിയിട്ടൊന്നും കാര്യമില്ല. ലക്ഷറി ലൈഫ് ഒന്നും കാര്യമില്ല. ഇത് അതുക്കും മേലുള്ള കളിയാണ്. ഇത് നേക്ക് വേറെ. രാവിലെ നീച്ചിട്ട് ഇങ്ങനെ പോരും. നോക്കിയാ നിങ്ങള് ട്രെയിൻ പോണോക്കി കണ്ടില്ലേ? ഒരു പൊളിക്കും, ഒരു രക്ഷയില്ല. അപ്പം എന്താ ചെയ്യുക? ഇങ്ങനെ പിടിച്ചാൽ നമ്മളും കയറുകയാണ് മക്കളെ. ഇൻഷാ അല്ലാഹ് ഹയറ് നേരാണ് ചോട്ടി പൊളിച്ച് കിടന്നുറങ്ങുക. ഇത്ര ഉള്ളു പരിപാടി. അപ്പോൾ ചെങ്കാളെ ഇൻഷാ അല്ലാഹ് നാളെ കാണാം കേട്ടോ. വിധി ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും.